നോർമൽ ഫയലുകൾ അല്ലെങ്കിൽ ഇമേജുകൾ ഇങ്ങനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെറിയ ചെറിയ ആഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നു. അത് പെയ്ഡ് വെർഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫയലുകൾ കാര്യങ്ങളുണ്ടാകും. ഇമേജാണ് എന്താണ് നമുക്ക് ഫയലുകൾ നമ്മൾ സെലക്ട് ചെയ്യും. ആ ഫയലുകൾ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക ആപ്പിലോട്ട്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്രോപ്പിങ് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിന് ശേഷം നമ്മൾ ആ ഫയലുകളെല്ലാം തന്നിട്ട് ഇവിടെ ഈ കൺവെർട്ടറിലോട്ട് വന്നതിന് ശേഷം നമുക്ക് പിന്നെ ആഡ് ഇമേജ് എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് അറിയുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പേര് കാര്യങ്ങളുടെ നമുക്ക് ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും അതിനുശേഷം നമുക്ക് അതിൻ്റെ പേജിൻ്റെ സൈസ് കാര്യങ്ങൾ A3, A4, A5 ഏത് സൈസ് വേണോ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ സൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഫയലിൻ്റെ സൈസ് നമ്മൾ കംപ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൈസ് ഏതാണോ ആ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് PDF എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അങ്ങനെ കൺവേർട്ട് PDF കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഞാനത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആപ്പിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് നോക്കുന്നത്. അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫയൽ ഇപ്പോൾ നമ്മുടെ ഡ്രൈവ് അല്ലെങ്കിൽ നമ്മുടെ ഫോൾഡറിൽ നമ്മൾ സേവ് ആകുന്നതാണ്. നമുക്കത് ഷെയർ ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ ഡ്രൈവിൽ അല്ലെങ്കിൽ ഫോണിൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ എടുക്കാം. ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.